സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ല സാർ എന്ന് ആ കക്ഷിയുടെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആരാണ് കക്ഷി എന്നല്ലേ? രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ല സാർ, ബുദ്ധിയില്ലാതെ ചെയ്തു പോയതാണ് സാർ, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്ന് കക്ഷിയുടെ അഭിഭാഷകൻ, അതായത് രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിൽ തുടർച്ചയായി വീഡിയോകൾ ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുന്നത്, പോലീസ് റിമാൻഡിൽ കഴിയുന്നത്. പോലീസിൻ്റെ റിമാൻഡിൽ കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്? പോയി നിരാഹാരം കിടന്നു. എനിക്ക് ജയിലിലെ ഭക്ഷണം വേണ്ട, ഞാൻ നിരാഹാരം കിടക്കുകയാണ്, എനിക്ക് പുരുഷ കമ്മീഷൻ വേണം, ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ് എന്നൊക്കെ പറഞ്ഞ് നിരാഹാരം കിടക്കുകയാണ്. 7 ദിവസമായി ജയിലിൽ കിടന്നിട്ട് പല രീതിയിൽ ജാമ്യം കിട്ടാനുള്ള പരിപാടികൾ നോക്കി, നടന്നില്ല. ജാമ്യാപേക്ഷ ഏറ്റവും ഒടുവിൽ പരിഗണിച്ചപ്പോഴും കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് മലയാള മനോരമയിലുള്ളൊരു വാർത്ത ഞാൻ വായിക്കാം. വളരെ രസകരമായ വാർത്തയാണ്. അതായത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരായ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഹർജി പരിഗണിച്ചത്. 7 ദിവസമായി രാഹുൽ ഈശ്വർ ജയിലിലാണ്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജി രാഹുൽ ഈശ്വർ പിൻവലിച്ചിരുന്നു. ഈ ജാമ്യ ഹർജി പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട്, അതും പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൻ്റെ FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതിജീവിതയെ മോശപ്പെടുത്തുന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, അപമാനിക്കണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ പറഞ്ഞു. അതായത്, നേരത്തെ എന്താണ് രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും, പുരുഷ കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരമാണ്, അതുകൊണ്ട് ഇനിയും വീഡിയോ ചെയ്യും എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകൻ പറയുകയാണ്, FIRലെ വിവരങ്ങൾ വായിക്കുക മാത്രമാണ് ചെയ്തത്, അതിൽ അപമാനകരമായ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതും പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെ പരസ്യരേഖയാകുമെന്ന് കോടതി ചോദിച്ചു. പെട്ടു. അതായത്, സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെ പരസ്യരേഖയാകുമെന്നുള്ള നിർണായക ചോദ്യം കോടതി ചോദിച്ചതോടുകൂടി ആ വാദം നിൽക്കാതെയായി. വീണ്ടും പെട്ടു. ജാമ്യ ഹർജിയെ പ്രോസിക്യൂഷൻ എതിർത്തു. മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അരുൺ ചോദിച്ചു. ജില്ലാ കോടതിയിൽ ജാമ്യ ഹർജി നിലനിൽക്കെ കീഴ്ക്കോടതിയിൽ വീണ്ടും ഹർജി ഫയൽ ചെയ്തത് നിയമവിരുദ്ധമാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കണ്ടെടുത്ത ലാപ്ടോപ്പിൻ്റെ പാസ്വേഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല. ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നു. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രതി ചെയ്യുന്നത്. അതായത്, ഈ പറഞ്ഞതെല്ലാം രാഹുൽ ഈശ്വറിന് പണിയായി മാറിയ അവസ്ഥയാണ് കോടതിയിൽ കണ്ടത്. രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതായി പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു. പ്രതി ബുദ്ധിയില്ലാത്തയാളാണെന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നതെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതായത്, അങ്ങനെയെങ്കിലും ജാമ്യം കിട്ടട്ടെ, പ്രതിക്ക് ബുദ്ധിയില്ല സാർ, അങ്ങനെയെങ്കിലും ജാമ്യം കൊടുക്കും, ബുദ്ധിയില്ലാതെ ചെയ്തു പോയതാണ് സാർ എന്ന് ജഡ്ജിയോട് കേണപേക്ഷിക്കുന്ന അഭിഭാഷകനെയാണ് കോടതിയിൽ കണ്ടത്. പക്ഷേ അപ്പോൾ എന്ത് ചെയ്തു? പ്രോസിക്യൂഷൻ വാദിച്ചത് എന്താണ്? ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നത്, ബുദ്ധിയില്ലാത്ത ആളല്ല, ബുദ്ധിയുള്ള നീക്കങ്ങളാണ് പ്രതി നടത്തുന്നത് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതോടുകൂടി ആ വാദത്തിൻ്റെ മുനയൊടിഞ്ഞു. നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയ ജില്ലാ സെഷൻസ് കോടതി രാഹുൽ ഈശ്വറിനെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രാഹുലിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. സന്ദീപ് വാര്യർ ഇപ്പോൾ എവിടെയാണ്? സന്ദീപ് വാര്യറും ഒളിവിലാണ്. VD സതീശൻ വരെ സന്ദീപ് വാര്യറെ തള്ളിപ്പറഞ്ഞു. യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ ഈശ്വറിൻ്റെ ആ കേസിലെ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആ സന്ദീപ് വാര്യറെ ആ പോസ്റ്റ് ഇടാൻ പ്രേരിപ്പിച്ചതാരാണ്? ഈ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഒരു വീഡിയോയിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്, സന്ദീപ് ജി, താങ്കൾക്കറിയാം, താങ്കൾ ആ പോസ്റ്റ് ഇടൂ, താങ്കൾ ഇടൂ എന്ന്. അവസാനം സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടു, പെട്ടു. സന്ദീപ് വാര്യറും പെട്ടു. ഇപ്പോൾ സന്ദീപ് വാര്യർ ഒളിവിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും ഒളിവിലാണ്. ആകെ കിട്ടിയത് രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ ഈശ്വറാണെങ്കിൽ ബുദ്ധിയില്ല എന്നൊക്കെ വാദിച്ചെങ്കിലും ജാമ്യം കിട്ടാനുള്ള ശ്രമം നടത്തുകയാണ്. ഇതിനിടയിൽ ഞാൻ നേരത്തെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു. അതായത്, ഇതിനിടയിൽ വേറൊരു ബുദ്ധിയില്ലാത്ത പ്രവൃത്തി കൂടി
രാഹുൽ ഈശ്വറിൻ്റെ അഭിഭാഷകർ കാണിച്ചു. അതെന്ന് പറയുന്നത് ഒരേ സമയം 2 കോടതിയിൽ ജാമ്യ ഹർജി കൊടുത്തു. അതായത് പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ 2 കോടതികളിൽ ഒരേ സമയം ജാമ്യ ഹർജി നൽകിയതിനെ തുടർന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് വാദം മാറ്റിവെച്ചു. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലും അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് രാഹുൽ 2 അഭിഭാഷകർ മുഖേന ജാമ്യ ഹർജി നൽകിയത്. അതായത് 2 കോടതിയിൽ ജാമ്യ ഹർജി നൽകിയാലെങ്കിലും ജാമ്യം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. പ്രതിയുടെ നടപടി നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയും നിയമലംഘനവുമാണെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച കോടതി ജാമ്യ ഹർജി കേൾക്കുന്നത് മാറ്റിവെക്കുകയായിരുന്നു. അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്? രാഹുൽ ഈശ്വർ നിരാഹാരത്തിലായിരുന്നു. നിരാഹാരം അവസാനിപ്പിക്കാമെന്ന് കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. ജയിലിലെ ഭക്ഷണം കഴിച്ചോളാമെന്ന് പറയുന്നുണ്ട്. ഇനി വീഡിയോ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ചെയ്ത വീഡിയോകൾ അപമാനകരമായ വീഡിയോകളാണെങ്കിൽ അത് എടുത്ത് കളയാമെന്ന് പറയുന്നുണ്ട്. എൻ്റെ കക്ഷിക്ക് ബുദ്ധിയില്ലെന്ന് അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നിട്ടും കോടതി ജാമ്യം കൊടുത്തില്ല. നമ്മൾ നോക്കൂ, ഈ രാഹുൽ ഈശ്വർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഏതെങ്കിലും ഒരു പീഡന പരാതി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പരാതി വന്നാൽ ഉടനെ ചാനൽ സ്പേസ് ഏറ്റെടുത്ത് അവിടെ വരുന്നു, ദിലീപിന് വേണ്ടി വാദിക്കുന്നു, ഈ നരാധമന്മാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി എല്ലാം വാദിക്കുന്നു. നമുക്കറിയാം, ഒരു പെൺകുട്ടിയെ ബസ്സിൽ വെച്ച് അപമാനിച്ച സവാദ് എന്ന ഒരു യുവാവ്, ആ യുവാവിന് വേണ്ടി നിരന്തരം വാദിക്കുകയാണ്. നിരന്തരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വാദിക്കുകയാണ്. എന്നിട്ട് പുരുഷ കമ്മീഷൻ വേണം, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ് വായി തോന്നുന്ന എല്ലാ കാര്യങ്ങളും, സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പുലമ്പുന്ന രാഹുൽ ഈശ്വറിനെയാണ് കണ്ടത് നമ്മൾ. അതെല്ലാം രാഹുൽ ഈശ്വറിന് ഇപ്പോൾ പണിയായിരിക്കുകയാണ്. സത്യത്തിൽ രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്ക് ഇത് ഒരു വലിയ മുന്നറിയിപ്പാണ്. കോടതി കൊടുത്തിരിക്കുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു, അതായത് രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് പണിയായി മാറും എന്ന് ഞാൻ ആ ഒരു ദിവസം ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് തന്നെ സംഭവിച്ചു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനും മുൻകൂർ ജാമ്യം നിഷേധിച്ചു. രാഹുൽ ഈശ്വറിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ആകെ പെട്ട് നടക്കുന്ന അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുപക്ഷെ ജാമ്യം കിട്ടിയാൽ പോലും, അദ്ദേഹം ഹൈക്കോടതിയിലോ വല്ലതൊക്കെ പോയി ജാമ്യം നേടിയാൽ പോലും, ഈ രാഹുൽ ഈശ്വറിന്, ഈ 2 രാഹുലിനും തമ്മിൽ മാറിപ്പോകുന്നൊരവസ്ഥയുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ പോലും രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ചിരിയോടുകൂടി മാത്രമേ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ളൂ. അപമാനിക്കുന്നതല്ല. പക്ഷേ രാഹുൽ ഈശ്വർ എത്രമാത്രം സ്ത്രീകളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എത്രമാത്രം സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും കോടതിയുടെ ശ്രദ്ധയിൽ വന്നു കാണും. നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നു. അതായത് കോടതി റിമാൻഡിൽ വിട്ടപ്പോൾ അവിടെ പോയി നിരാഹാരം കിടക്കുന്നു, പോലീസിന് വേണ്ട വിവരങ്ങൾ നൽകുന്നില്ല, ലാപ്ടോപ്പിലെ പാസ്വേഡ് കൊടുക്കുന്നില്ല, ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല, ഇങ്ങനെ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും കോടതി ജാമ്യാപേക്ഷ എടുത്ത് ദൂരെ എറിഞ്ഞു. എന്തായാലും ഇതുപോലെ രാഹുൽ ഈശ്വറിനെ പോലെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിൽ എന്തും വിളിച്ചു പറയുന്നവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് കോടതി നൽകിയിരിക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ കൃത്യമായ വാദങ്ങളുമായി രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യാപേക്ഷയെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. എന്തായാലും ഈ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിനെ ന്യായീകരിക്കുന്ന എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് മാത്രം പറയുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ലിങ്കുകളുണ്ട്. ആ ലിങ്കുകൾ വഴി പേജ് 10 സ്റ്റോറീസ് വാട്സപ്പിൽ കിട്ടാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.